മറ്റൊരു വാർത്തയിലേക്ക് KPCC നേതൃക്യാമ്പിൽ കെ മുരളീധരനെ വിമർശിച്ചെന്ന വാർത്തകൾ തള്ളി KPCC നേതൃത്വം. മുരളീധരനെ ആരും വിമർശിച്ചിട്ടില്ല, ചിലർ വിമർശിച്ചെന്ന് മാധ്യമവാർത്ത തെറ്റാണെന്നും KPCC നേതൃത്വം പറഞ്ഞു. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, TN പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വിമർശിച്ചു എന്ന വാർത്ത മുരളീധരൻ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ നേതൃത്വത്തിന്റെ വിശദീകരണം എന്താണ്? സുധി, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി വയനാട്ടിൽ നടന്ന സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നേതൃത്വ ക്യാമ്പിൽ കെ മുരളീധരനെതിരെ രൂക്ഷമായ വിമർശനമുയർന്നു. തൃശൂർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം മുരളീധരനാണ് എന്നടക്കമുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളടക്കം നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യത്തിൽ വിശദീകരണവുമായി KPCC നേതൃത്വം രംഗത്തെത്തിയത്. ആദ്യം ഷാനിമോൾ ഉസ്മാനാണ് ഇക്കാര്യത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരണം ഉണ്ടായത്. താൻ ഒരു തരത്തിലും മുൻ KPCC അധ്യക്ഷനായ കെ മുരളീധരനെതിരെ പ്രതികരിച്ചിട്ടില്ല, താൻ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടില്ല, താൻ അവിടെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും തന്റെ അത്തരം വിമർശനം ഉണ്ടായില്ല എന്ന് തൊട്ടു പിന്നാലെയാണ് KPCC അധ്യക്ഷൻ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതിൽ പറയുന്നത് വ്യക്തി അധിഷ്ഠിതമായ വിമർശനങ്ങൾ KPCCയുടെ യോഗത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ കെ മുരളീധരനെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. തൃശൂർ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഒരു തരത്തിലും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് മുൻ തൃശൂർ MP കൂടിയായ TN പ്രതാപനും വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും KPCC ദ്വിദിന ക്യാമ്പുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അത് വാർത്തയാകുന്ന ഘട്ടത്തിലാണ് അവിടെ കെ മുരളീധരനെതിരെ ഒരു വിമർശനവും വ്യക്തിയധിഷ്ഠിതമായി ഉണ്ടായിട്ടില്ല എന്ന വ്യക്തമാണ്. KPCC നേതൃക്യാമ്പിലാണ് കെ മുരളീധരനെ വിമർശിച്ചെന്ന വാർത്തകൾ വന്നത്. ഇത് തള്ളിയിരിക്കുകയാണ് KPCC നേതൃത്വം. മുരളീധരനെ ആരും വിമർശിച്ചിട്ടില്ലെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കുന്നു. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.